ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കസ്റ്റമൈസ്ഡും അല്ലാത്തതായിട്ട് കേക്കായിട്ട് നമുക്ക് ഏകദേശം 7 കേക്കിൻ്റെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇതായിരുന്നു ആദ്യത്തെ കേക്ക്. ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഈ കേക്ക് അങ്ങനെ ബർത്ത്ഡേ ആനിവേഴ്സറി ഒന്നുമല്ല, കസ്റ്റമർ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റും ചോക്ലേറ്റ് കേക്കും ഒക്കെ ആയിരുന്നു കേട്ടോ കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നിട്ട്. റയറായിട്ട് മാത്രമേ അങ്ങനെ വരാറുള്ളൂ. കൂടുതൽ നമുക്ക് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിലൊക്കെയാണ് കേട്ടോ എപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത് കേക്ക് ചെയ്യാനായിട്ട് ക്രീമൊന്നും അടിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീം നമ്മുടെ ഫിയോണയാണ്. അപ്പോൾ ഞാൻ തലേദിവസത്തിൻ്റെ കേക്കുകളെല്ലാം നൈറ്റ് തന്നെ ഒന്ന് ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ്സിലും ടോപ്പിലും എല്ലാം നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രീം ഉള്ളതുപോലെ തോന്നും, പക്ഷേ നമ്മൾ ബാലൻസുള്ള ക്രീമെല്ലാം ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കേക്ക് ഫിനിഷ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം ക്രീം കേക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്പാച്ചിൽ വെച്ച് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു കാർഡോ സ്ക്രൈപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ് കേട്ടോ. ഇതിൽ ഒരു ടോർക്കോയ്സ് എന്ന് പറയുന്നൊരു കളറാണ് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത്. ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണിത്, പക്ഷേ എക്സാക്റ്റ് ബ്ലൂ അല്ല. അപ്പോൾ ഞാൻ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ അല്പം കളറൊന്ന് ആഡ് ചെയ്തെടുക്കും. ഒരു 1 ഡ്രോപ്പ് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിലോട്ട് വളരെ കുറച്ച് മാത്രമേ കളർ ആഡ് ചെയ്യേണ്ടി വരുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് നമ്മളെ കേക്കിന് കിട്ടുകയും ചെയ്യുവേ. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസിൽ കേക്ക് ഫൈനൽ കോട്ട് കൊടുക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ക്രീമിലും കളർ ആഡ് ചെയ്തിട്ടൊരു ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറച്ച് കളർ മാത്രമേ നമ്മുടെ കേക്കിലാവുന്നുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുണ്ടായിരുന്നത് ഒരു 1 kg വെയിറ്റുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ കേക്കിൽ ഈ ക്രാക്സൊക്കെ വേണ്ടിയിരിക്കുന്നതൊന്നും നോക്കണ്ട കേട്ടോ. നമ്മൾ നൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിരുന്നതുകൊണ്ടാണ് ഈ ക്രാക്സൊക്കെ. നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതൊന്നും അറിയാൻ കൂടെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പിലും സൈഡ്സിലും എല്ലാം ആവശ്യമുള്ള ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കേക്ക് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണുള്ളത്. കസ്റ്റമർ അയച്ച ഫോട്ടോയിലുള്ളത് പോലെ തന്നെ നമ്മൾ വൈറ്റ് ഷെയ്ഡിൽ കേക്ക് കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കേക്കിൽ കുറച്ച് പ്രിൻ്റാണ് കേട്ടോ വെക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രിൻ്റെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ ഇരുന്ന് സെറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റൊക്കെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ക്രീമും കൂടെ അതിനൊപ്പം ഇളകി വരുവേ. അപ്പം നമ്മൾ ഇതുപോലെ സിമ്പിൾ സ്ക്രേപ്പർ ഡിസൈനും കൂടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കൊടുക്കുന്നത്. ഇന്നലെ എന്നെ ഏറ്റവും കൂടുതൽ വട്ടം ചുറ്റിയത് ഈ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഇതൊരു 1.5 kg വെയിറ്റ് വരുന്ന കേക്കാണ്. ടോൾ കേക്കായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേക്ക് 6 മണിക്ക് വേണം എന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത്. പിന്നെ ടൈം മാറിയിട്ട് ഒരു 3 മണിയാക്കി. 3 മണിക്ക് എന്തായാലും ഡെലിവറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് 4 മണിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 hours ഡിഫറൻസ് വന്ന സമയത്ത് നമ്മുടെ പ്ലാനിങ് എല്ലാം ആകെ മാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കസ്റ്റമർ വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്കിൻ്റെ വർക്കെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടോൾ കേക്ക് ആയതുകൊണ്ട് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി സമയം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ടൈം മാറിയപ്പോൾ തന്നെ ബാക്കിയെല്ലാം ഇതനുസരിച്ച് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വല്ല വിധനെ നമ്മൾ ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും മറു സൈഡിൽ എന്തോ ഒരു പാകപ്പിഴ പോലെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ടൈം മാറിയ സമയത്ത് ആകെ ടെൻഷനും കൂടെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആകെ ഒരു അവിയൽ വരുമായിരുന്നു. കേക്കിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതിയാവും. കാരണം വെച്ചാൽ മറ്റേ സൈഡിൽ നമുക്ക് ഡ്രിപ്പിംഗ് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഒരു സൈഡ് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ബോർഡൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ അയച്ച ഫോട്ടോയിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഡാർക്ക് കേക്കിൽ കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കിൽ ഒരു 2 ഡ്രോപ്സ് നമ്മൾ ഇതുപോലെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഹാഫ് പോർഷന് താഴെ നിന്നാൽ മതിയാവും ഈ ഡിസൈൻ. പക്ഷേ അവർ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഡാർക്ക് ഷെയ്ഡിലുള്ള കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി അത് കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലല്ല ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തത്. ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ½ kg വരുന്ന വാഞ്ചോ ഫ്ലേവറിലുള്ള കേക്കാണ് അടുത്ത് ചെയ്യാനുള്ളത്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വാഞ്ചോ കേക്കിനൊക്കെ എപ്പോഴും അതിന് ചെയ്യുന്ന ആ ഒരു ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ആ സെയിം ലുക്ക് വരുന്നൊരു കേക്കാണ് എപ്പോഴും കാണാനും ഭംഗി, കഴിക്കാനും അത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്തവണ എന്തായാലും ആ ഒരു വാഞ്ചോയുടെ ആ ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ടോപ്പിലായിട്ട് ആ ഗനാഷ് ട്രിപ്പിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത കേക്കുകളുടെ എല്ലാം ഫൈനൽ ഡെക്കറേഷനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതിൽ അവരുടെ ഡിസൈൻ രണ്ടാമത് ചെക്ക് ചെയ്യുന്ന സമയത്തായിട്ട് ഇതുപോലൊരു ബോർഡർ ഡിസൈൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ആദ്യം കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നത്, സിൽവർ ഷെയ്ഡിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ടോപ്പറും കൂടെ വയ്ക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ടോൾ കേക്കില്ലേ, അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ വാഞ്ചോ കേക്കിൽ നമ്മളിതുപോലെ തന്നെ ഫോണ്ടൻ ഷീറ്റിലാണ് റൈറ്റിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഗാർണിഷൊക്കെ വെച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്കുകളെല്ലാം നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വന്ന ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്നേരം തന്നെ പെട്ടെന്ന് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ ഡെക്കറേഷൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ റൈറ്റിങ്സ് ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗാർണിഷൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ½ kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ. ഇതായിരുന്നു ആ കേക്കിൻ്റെ ഫൈനലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. ഇതിൻ്റെ ഫ്ലേവറും വരുന്ന വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ്. കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പ്രിൻറ്റ് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ 5th വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അതിൻ്റെ റൈറ്റിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹാർട്ട്സ് കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് ഫോണ്ടറിൽ കട്ട് ചെയ്ത് വെക്കാനാണ്. പിന്നെ ടൈം ഒത്തിരി മാറുന്നതുകൊണ്ട് ചിലപ്പോൾ അത് മെൽറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പ്രിൻ്റ് എടുത്തിട്ടുള്ള കുറച്ച് ഹാർട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ചെയ്തിട്ടുള്ള എല്ലാ കേക്കുകളുടെ ഫൈനലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ 1 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനായിരുന്നു. അപ്പോൾ ഇതൊരു സൈക്കിൾ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേകളുടെ പേരൻസ് സർപ്രൈസ് ആയിട്ടൊരു സൈക്കിൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് സെലിബ്രേഷൻ്റെ കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞിനെ ബർത്ത്ഡേ സമയത്ത് അവർ ശബരിമല വ്രതത്തിലൊക്കെ ആയിരുന്നതുകൊണ്ട് ആരും കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള സെലിബ്രേഷൻ ആയിരുന്നേ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സർപ്രൈസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിയർ ഈസ് എ സർപ്രൈസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സൺഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ കേക്കും അതുപോലെ തന്നെ സൈക്കിളൊക്കെ കണ്ട് നമ്മുടെ ബർത്ത്ഡേകൾ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഡിസൈൻ പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റാണെന്ന് തോന്നി ഈ ഒരു തീം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കുകളുടെ എല്ലാം ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ലോങ് വീഡിയോസ് ഇടാനായിട്ട് ഇനി നോക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഷോർട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ടൈം കുറവായതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് കൊടുക്കാനൊക്കെ ഉള്ള സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളെപ്പോഴും ലോങ് ഇടാത്തത്. അപ്പോൾ കേക്ക് ഡിസൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ.